നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. അപ്പോൾ 2 ദിവസമായിട്ടുള്ള ഭയങ്കര വാർത്ത, പയ്യന്നൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച തോറ്റ MLA ഹൈക്കോടതിയെ സമീപിച്ചു. ജയിച്ച MLA അയോഗ്യനായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്തോ ഒരു വലിയ സംഭവമായിട്ടാണ് വാർത്ത വന്നിട്ടുള്ളത്. എന്തോ ഒരു അത്ഭുതകരമായ സംഭവം പോലെ. അതിന് വലിയ സംഭവമൊന്നുമില്ല. പിന്നെ അതിനകത്ത് എന്താ പറയേണ്ടത്, ജനങ്ങളിലേക്ക് ഒരു ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞികൃഷ്ണനെ ഇകഴ്ത്തി കാണിക്കുവാനും മധുസൂദനൻ എന്തോ ഒരു എന്താ പറയേണ്ടത് വിശുദ്ധ പശുവാണെന്ന് കാണിക്കുവാനും രക്തസാക്ഷി ഫണ്ട് കട്ടതിൻ്റെ ഭാഗമായിട്ട് എന്നെ അപകീർത്തിപ്പെടുത്തിയതിൻ്റെ ഭാഗമായി ഇലക്ഷൻ അത് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത വന്നു. അങ്ങനെ ഒരു ഡയലോഗ് വന്നു. അപ്പോൾ എല്ലാവരും വിചാരിക്കും ആ ശരിയാ, എന്തോ ഒരു അതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇലക്ഷനിൽ പരാജയപ്പെട്ട ആളുകൾ വിജയിച്ച ആളുകളുടെ അത് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും കോടതിയെ സമീപിക്കുന്നതാണ്. അതിൽ TA മധുസൂദനൻ സമീപിച്ചപ്പോൾ അത് വാർത്തയായി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ശബരിനാഥ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇലക്ഷൻ്റെ വിജയം അത് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ശബരിനാഥ് കൊടുത്തിട്ടുണ്ട് നേമത്ത്. TN പ്രതാപൻ കൊടുത്തിട്ടുണ്ട് മണലൂരിലുള്ള. ഇത് TN പ്രതാപൻ നേരത്തെ കൊടുത്തതാണ്. അതുപോലെ തന്നെ തലശ്ശേരിയിൽ BJPയുടെ സ്ഥാനാർത്ഥി മണലൂർ, ദേവികുളം, ഇങ്ങനെയുള്ള വിവിധ മണ്ഡലങ്ങളിലുള്ള ആളുകൾ, അങ്ങനെ പല മണ്ഡലങ്ങളിലുള്ള ആളുകൾ ഇതുപോലെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതൊരു സ്വാഭാവിക ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമെന്നല്ല, അതിൽ വലിയ അതിശയോക്തിയൊന്നുമില്ല. പക്ഷേ പയ്യന്നൂർ മണ്ഡലത്തിൽ അവിടുത്തെ സ്ഥാനാർത്ഥി തോറ്റ MLA, പഴയ MLA കോടതിയെ സമീപിക്കുക എന്ന് പറയുമ്പോൾ നാഴികക്ക് 40 വട്ടം പലയിടങ്ങളിലും പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിത്വത്തിൽ തെറ്റുപറ്റിയെന്ന് ആവർത്തിച്ച് പ്രസംഗത്തിലും കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിലും പല നിലകളിലും പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അത് തെറ്റാണ്, തെറ്റ് പറ്റിയതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ അതിനെ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് വെറുതെ ഒരു അധിക ചെലവ് എന്നല്ലാതെ അതിലപ്പുറമൊന്നുമില്ല. ശരിക്കും അതിൻ്റെ ആവശ്യം സ്വാഭാവികമായിട്ട് എല്ലാവരും കോടതിയെ സമീപിക്കുന്നതാണ്. അതായത് ചക്ക വീണ് മുയൽ ചത്താലോ അഥവാ ബിരിയാണി കിട്ടിയാലോ എന്നുള്ള നിലയിൽ എവിടെയെങ്കിലും ആലോ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതി പോയാൽ ഒരു ഏതാണ്ട് 10-80,000 റുപ്യ ഒരു വക്കീലിന് ഫീസ് കൊടുക്കാം. കോടതി ഫയൽ സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്തയൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം കുഞ്ഞികൃഷ്ണേട്ടൻ്റെ ഇലക്ഷൻ്റെ MLA സ്ഥാനം റദ്ദ് ചെയ്യുന്നു. ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. കോടതി അത് തള്ളിക്കളയും. പിന്നെ പിടിച്ചു നിൽക്കാൻ വേണമെങ്കിൽ വാദത്തിന് പറയാം കോടതി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിലൊരു അസ്വാഭാവികതയൊന്നുമില്ല. കാരണം എല്ലാ ആളുകളും കോടതിയെ സമീപിക്കുന്നുണ്ട്. നിരവധിയായ സ്ഥാനാർത്ഥികൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് തളിപ്പറമ്പിൽ കൃത്യമായ ബോധം അവർക്കുള്ളതുകൊണ്ട് തളിപ്പറമ്പിലെ തോറ്റ സ്ഥാനാർത്ഥി കോടതിയെ സമീപിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇതുവരെ ആരും ഒന്നും പറയുന്നത് കേട്ടിട്ടില്ല. പക്ഷേ ഇതൊരു സ്വാഭാവിക നടപടി മാത്രമാണ്. പക്ഷേ പയ്യന്നൂരിലെ തോറ്റ സ്ഥാനാർത്ഥി, തോറ്റ MLA കേസ് കൊടുക്കുമ്പോൾ അതിലൊരു ഒരു 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 എന്താ പറയേണ്ട ഒരു ശരികേടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം പാളിയതാണ് പരാജയത്തിന് കാരണം. അവിടെ ജനങ്ങളാണ് പരാജയപ്പെടുത്തിയത് എന്ന് കേന്ദ്ര കമ്മിറ്റി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കമ്മിറ്റികളും കണ്ടെത്തിയിട്ട് പിന്നെ സംസ്ഥാന കമ്മിറ്റി അദ്ദേഹത്തിന് കോടതി പോകാനുള്ള അനുമതി കൊടുത്തത്. സംസ്ഥാന കമ്മിറ്റി അനുവദിക്കാതെ, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടറിയും അനുവദിക്കാതെ ഒരിക്കലും കോടതിയിലേക്ക് പോകാൻ പറ്റില്ല. കാരണം അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അനുവദിക്കാതെ സ്വന്തം നിലയിലേക്ക് അദ്ദേഹത്തിന് കോടതിയിൽ പോകാൻ അനുവാദമില്ല, അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ അത് അവരനുവദിച്ചുകൊണ്ട് പോയതാണ്. ഇത് പരാജയപ്പെട്ടത് കാരണം സ്ഥാനാർത്ഥി നിർണയമാണെന്ന് മനസ്സിലാക്കിയിട്ടും വെറുതെ ഒരു ചെലവ്, വെറുതെ ഒരു പോരാട്ടം നടത്തുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിലും മാത്രമാണ്.